36 വയസ്സിൽ ഞാൻ ആദ്യത്തെ പ്ലെയിൻ മേടിച്ചു, ലോണില്ലാതെ, സ്വന്തം പ്ലെയിൻ. ഇന്നൊക്കെ നമ്മൾ ഇൻസ്റ്റ എടുത്ത കാറ് മേടിച്ച വലിയ സെലിബ്രേഷൻ അല്ലേ. ഞാൻ 36 വയസ്സിൽ ആദ്യത്തെ പ്ലെയിനെ മേടിച്ചു. എന്നിട്ട് 36 വയസ്സിൽ എനിക്ക് ചാർട്ടേഡ് ലൈസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ലൈഫ് ഇസ് എ സെലിബ്രേഷൻ. ഞാൻ എപ്പോഴും ആ ഒരു കോൺസെപ്റ്റിന്റെ ആളാണ്. പിന്നെ ഇതെല്ലാം നിങ്ങളൊരു ലോണില്ലാത്ത കമ്പനിയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ എൻ്റെ 36 വയസ്സിൽ 2 മാസം മുൻപ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയി തന്റെ ഭാര്യ ലിനി റോയിയോട് ചോദിച്ച ചോദ്യമാണിത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായ അദ്ദേഹത്തിന് തന്റെ ഭാര്യയിൽ നിന്ന് ലഭിച്ച ആദ്യ മറുപടി ഇങ്ങനെയായിരുന്നു: അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന്. CJ റോയി വീണ്ടും ചോദിച്ചപ്പോൾ, എനിക്ക് നിങ്ങളുടെ സ്വത്തിൽ താല്പര്യമില്ല, ഞാൻ മക്കളെയും കൂട്ടി എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും. കോടികളുടെ ആസ്തിയും ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളും സ്വന്തമായുള്ള ഒരാളുടെ ഭാര്യയിൽ നിന്നും ഇത്തരമൊരു മറുപടി അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ തന്റെ ഭാര്യ എവിടെ പോയാലും ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവളാണെന്നും അവൾക്ക് ആഡംബരങ്ങളോട് ഭ്രമമില്ലെന്നും അദ്ദേഹം അഭിമാനത്തോടെ എന്നും പറഞ്ഞിരുന്നു. CJ റോയിയുടെയും ലിനി റോയിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 31 വർഷമായി. രോഹിത്, റിയ എന്നിങ്ങനെ 2 മക്കളാണ് ഇവർക്കുള്ളത്. വെറുമൊരു വീട്ടമ്മ എന്നതിലുപരി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ക്രിയേറ്റീവ് വിഭാഗമായ കോൺഫിഡന്റ് മൂവീസ്, കോൺഫിഡന്റ് മാഗസിൻസ് എന്നിവയുടെ പൂർണ്ണ ചുമതല ലിനി റോയ്ക്കാണ്. CJ റോയിയെ ഒരു സാധാരണ ബിസിനസ്സുകാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകളാണ്. മലയാളം, കന്നഡ ബിഗ് ബോസ് വിജയികൾക്ക് 50 ലക്ഷം രൂപയുടെ ഫ്ളാറ്റുകൾ നൽകി അദ്ദേഹം ശ്രദ്ധേയനായി. കൂടാതെ സൈമ അവാർഡുകളുടെ 8 വർഷത്തെ പ്രധാന സ്പോൺസറുമായിരുന്നു. ഇന്ത്യയിൽ വളരെ കുറച്ചു പേർക്ക് മാത്രം സ്വന്തമായുള്ള ബുഗാട്ടി കാർ സ്വന്തമായുള്ള വ്യക്തിയാണ് അദ്ദേഹം. റോൾസ് റോയ്സ്, ലംബോഗിനി, ഫെറാരി തുടങ്ങി 25-ലധികം ആഡംബര കാറുകൾ അദ്ദേഹത്തിന്റെ ഗ്യാരേജിലുണ്ട്. സീറോ ഡെപ്റ്റ് പോളിസിയാണ് അദ്ദേഹത്തിന്. കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്ടുകൾ ചെയ്യുമ്പോഴും ബാങ്ക് ലോണുകളോ കടങ്ങളോ ഇല്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിന് ഒരു സെക്രട്ടറി പോലും ഇല്ല എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ്. തന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിയന്ത്രിച്ചിരുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ വൈകിക്കാതെ വാട്സപ്പ് വഴി ഉടൻ തന്നെ മറുപടി നൽകുന്ന രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. ബിസിനസിനപ്പുറം ചാരിറ്റി പ്രവർത്തനങ്ങളിലും CJ റോയ് സജീവമായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നു. ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് വേണ്ടവർക്കും ചികിത്സാ സഹായം നൽകുന്നതിന് അദ്ദേഹം പ്രത്യേക ഫണ്ടും നീക്കിവെച്ചു. വരുമാനം കുറയ്ക്കാനല്ല, മറിച്ച് വരുമാനം വർദ്ധിപ്പിക്കാനാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിജയമന്ത്രം. തന്റെ ആഡംബര ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ മികച്ച ഹോട്ടലുകളിൽ താമസിക്കാനും മികച്ച കാറുകൾ ഓടിക്കാനും എനിക്ക് അവകാശമുണ്ട്. എങ്കിലും താൻ ഇല്ലെങ്കിലും തന്റെ കുടുംബം ലളിതമായി ജീവിക്കാൻ പ്രാപ്തരാണെന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. എന്തായാലും മലയാളികളെ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കിക്കൊണ്ടാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ CJ റോയിയുടെ വിയോഗ വാർത്ത ഇന്നലെ ഉച്ചയോടെ നമ്മെ തേടിയെത്തിയത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവനൊടുക്കിയത് ആർക്കും വിശ്വസിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മുഖപരിചയമുള്ള ഒരു ബിൽഡർ എന്നതിനേക്കാൾ ഉപരിയായി എല്ലാ റിയാലിറ്റി ഷോകളുടെയും സ്ഥിര സാന്നിധ്യമായിരുന്നു, സ്പോൺസറായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് 57 വയസ്സായിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കടുംകൈ ചെയ്തത്. ബംഗളൂരുവിലെ അശോക് നഗറിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് അദ്ദേഹം സ്വയം വെടിയുതിർക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് ബാംഗ്ലൂരിൽ വെച്ച് നടക്കും.